ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തി സർക്കാർ സംവിധാനങ്ങൾ നവീകരിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമേരിക്കൻ സന്ദർശനം പുരോഗമിക്കുന്നു. വ്യാപാരം, നിക്ഷേപം, സാങ്കേതിക വിദ്യ, ഇൻഡോ പസഫിക് മേഖലയുടെ സുരക്ഷ തുടങ്ങിയവ ഉഭയകക്ഷി ചർച്ചയിൽ പ്രധാന വിഷയങ്ങളാകും. ആദായ നികുതി ബിൽ 2025 ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ലോക്സഭയിൽ അവതരിപ്പിച്ചു. ആദായ നികുതി നിയമം ലളിതമാക്കിയതായി കേന്ദ്രമന്ത്രി. പാർലമെന്റ് ബജറ്റ് സമ്മേളനത്തിന്റെ ആദ്യപാദം ഇന്ന് അവസാനിച്ചു. ഇരുസഭകളും അടുത്ത മാസം 10-ന് സമ്മേളിക്കും. ഇന്ന് പിരിഞ്ഞ കേരള നിയമസഭ അടുത്ത മാസം 3-ന് വീണ്ടും ചേരും. വിവിധ ദേശീയ പെൻഷൻ പദ്ധതികൾ ഒരു കുടക്കീഴിൽ കൊണ്ടുവരാൻ സർക്കാർ ആലോചിക്കുന്നതായി കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. 38ാമത് ദേശീയ ഗെയിംസിലെ മത്സരങ്ങൾ ഇന്ന് സമാപിക്കും. ISL ഫുട്ബോളിൽ ഇന്ന് ജംഷഡ്പൂർ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് മത്സരം. വാർത്തകൾ വിശദമായി. വളർന്നുവരുന്ന സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തി സർക്കാർ സംവിധാനങ്ങൾ നവീകരിക്കേണ്ടതും ഡിജിറ്റലൈസ് ചെയ്യേണ്ടതും അത്യന്താപേക്ഷിതമാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ഇന്ത്യൻ സിവിൽ അക്കൌണ്ട്സ് സർവീസ്, ഇന്ത്യൻ പോസ്റ്റ്, ടെലികമ്മ്യൂണിക്കേഷൻ എന്നിവയിലെ പ്രൊബേഷണറി ഓഫീസർമാരുടെ സംഘത്തെ രാഷ്ട്രപതി ഭവനിൽ അഭിസംബോധന ചെയ്യവെയാണ് രാഷ്ട്രപതി ഇക്കാര്യം പറഞ്ഞത്. നൂതന സാങ്കേതിക വിദ്യകളും വൈദഗ്ധ്യവും പരിചയപ്പെടുത്താനും പൌരകേന്ദ്രീകൃതവും കാര്യക്ഷമവുമായ ഭരണ സംവിധാനങ്ങൾ സൃഷ്ടിക്കുവാനും ശ്രമിക്കണമെന്നും രാഷ്ട്രപതി യുവ ഉദ്യോഗസ്ഥരോട് അഭ്യർത്ഥിച്ചു. ആദായ നികുതി ബിൽ 2025 ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ലോക്സഭയിൽ അവതരിപ്പിച്ചു. ആദായ നികുതിയുമായി ബന്ധപ്പെട്ട നിയമം ഏകീകരിക്കുവാനും ഭേദഗതി ചെയ്യുവാനും ലക്ഷ്യമിടുന്നതാണ് ബിൽ. സാധാരണക്കാർക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന തരത്തിൽ പുതിയ ആദായ നികുതി നിയമം ലളിതമാക്കിയതായി ബിൽ അവതരിപ്പിച്ചുകൊണ്ട് കേന്ദ്ര ധനമന്ത്രി പറഞ്ഞു. 1962-ലെ ആദായ നികുതി നിയമത്തിൽ ഉണ്ടായിരുന്ന 819 വകുപ്പുകൾ നിർദ്ദിഷ്ട ബില്ലിൽ 536 ചുരുക്കിയിട്ടുണ്ട്. സൂക്ഷ്മ പരിശോധനയ്ക്കായി ബിൽ പാർലമെന്റ് സെലക്ട് കമ്മിറ്റിക്ക് അയക്കണമെന്നും അടുത്ത സമ്മേളനത്തിൽ തന്നെ സമിതി റിപ്പോർട്ട് നൽകണമെന്നും ശ്രീമതി നിർമ്മലാ സീതാരാമൻ നിർദ്ദേശിച്ചു. അതിനിടെ ബിൽ സംബന്ധിച്ച് ചില പ്രതിപക്ഷ എംപിമാർ ഉന്നയിച്ച എതിർവാദങ്ങൾ കേന്ദ്രമന്ത്രി തള്ളി. ദരിദ്രർ, കർഷകർ, സ്ത്രീകൾ, യുവാക്കൾ എന്നിവർക്ക് പ്രാധാന്യം നൽകുന്നതാണ് ഇത്തവണത്തെ ബജറ്റെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. രാജ്യസഭയിൽ ബജറ്റ് ചർച്ചയ്ക്ക് മറുപടി നൽകുകയായിരുന്നു അവർ. വളർച്ച ത്വരിതപ്പെടുത്തുക, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന സുരക്ഷിതമായ വികസനം കൈവരിക്കുക, സ്വകാര്യ മേഖലയിലെ നിക്ഷേപങ്ങളെ ഉത്തേജിപ്പിക്കുക തുടങ്ങിയവയ്ക്ക് കേന്ദ്ര ബജറ്റിൽ മുൻഗണന നൽകിയിട്ടുള്ളതായി കേന്ദ്ര ധനമന്ത്രി പറഞ്ഞു. Budget this year, we have kept our goals in such a way that we are able to accelerate growth, secure inclusive development, invigorate private sector investments, uplift household sentiments, and also to directly or indirectly enhance spending power of the Indian rising middle class. പ്രതിപക്ഷ പ്രതിഷേധങ്ങൾക്കിടയിൽ വഖഫ് ഭേദഗതി ബിൽ 2024 സംബന്ധിച്ച സംയുക്ത സമിതി റിപ്പോർട്ട് ഇന്ന് പാർലമെന്റിന്റെ മേശപ്പുറത്ത് വച്ചു. സംയുക്ത സമിതി അധ്യക്ഷൻ ജഗദാംബിക പാൽ റിപ്പോർട്ട് ലോക്സഭയുടെ മേശപ്പുറത്ത് വയ്ക്കുമ്പോൾ പ്രതിപക്ഷ അംഗങ്ങൾ പ്രതിഷേധം തുടർന്നു. റിപ്പോർട്ടിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ്, DMK, സമാജ്വാദി പാർട്ടി, TMC അംഗങ്ങൾ സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. നിയമപ്രകാരമാണ് റിപ്പോർട്ട് തയ്യാറാക്കിയതെന്നും എല്ലാ വിയോജന കുറിപ്പുകളും റിപ്പോർട്ടിന്റെ അനുബന്ധത്തിൽ ചേർത്തിട്ടുണ്ടെന്നും പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു പറഞ്ഞു. അതേസമയം പ്രതിപക്ഷ അംഗങ്ങൾ നൽകിയ വിയോജന കുറിപ്പുകൾ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടില്ലെന്ന് രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖർഗെ ആരോപിച്ചു. ദ്വിരാഷ്ട്ര സന്ദർശനത്തിന്റെ രണ്ടാം പാദത്തിൽ അമേരിക്കയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കൻ പ്രസിഡന്റ്, അമേരിക്കയിലെ ഉന്നത നേതാക്കൾ, വ്യവസായികൾ എന്നിവരുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. വ്യാപാരം, നിക്ഷേപം, സാങ്കേതിക വിദ്യ, ഇൻഡോ പസഫിക് മേഖലയുടെ സുരക്ഷ തുടങ്ങിയവ ചർച്ചയാകും. അമേരിക്കയിലെ ഇന്ത്യൻ സമൂഹവുമായും അദ്ദേഹം സംവദിക്കും. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ക്ഷണപ്രകാരമാണ് സന്ദർശനം. ട്രംപ് രണ്ടാം തവണയും പ്രസിഡന്റായ ശേഷമുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആദ്യ സന്ദർശനമാണ് ഇത്. US നാഷണൽ ഇന്റലിജൻസ് ഡയറക്ടർ തുൾസി ഗബ്ബാർഡ് വാഷിംഗ്ടൺ DC-യിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി. ഉഭയകക്ഷി രഹസ്യ അന്വേഷണ സഹകരണം വർദ്ധിപ്പിക്കൽ, സൈബർ സുരക്ഷ തുടങ്ങിയ വിഷയങ്ങൾ കൂടിക്കാഴ്ചയിൽ ചർച്ചയായി. പരസ്പര താൽപര്യമുള്ള പ്രാദേശിക, ആഗോള വികസനം സംബന്ധിച്ച കാഴ്ചപ്പാടുകളും ഇരുവരും കൈമാറി.
പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന്റെ ആദ്യപാദം ഇന്ന് അവസാനിച്ചു. ഇരുസഭകളും അടുത്ത മാസം 10-ന് വീണ്ടും ചേരും. സമ്മേളനത്തിന്റെ ആദ്യഘട്ടത്തിൽ 112% ഉൽപാദനക്ഷമത രേഖപ്പെടുത്തിയതായി ലോക്സഭാ സ്പീക്കർ ഓം ബിർള പറഞ്ഞു. പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തിൽ രാഷ്ട്രപതി നടത്തിയ പ്രസംഗത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ചയിൽ 177 അംഗങ്ങൾ പങ്കെടുത്തതായി അദ്ദേഹം സഭയെ അറിയിച്ചു. 2025-26 പൊതു ബജറ്റിനെക്കുറിച്ചുള്ള ചർച്ചയിൽ 170 അംഗങ്ങൾ പങ്കെടുത്തതായും അദ്ദേഹം പറഞ്ഞു. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് കേരള നിയമസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. അടുത്ത മാസം 3-ന് സഭ വീണ്ടും സമ്മേളിക്കും. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് 2024-25 സാമ്പത്തിക വർഷത്തിൽ അനുവദിച്ച പദ്ധതികൾ വെട്ടിക്കുറച്ച സാഹചര്യം സഭ നിർത്തിവച്ച് ചർച്ച ചെയ്യുന്നതിന് സ്പീക്കർ അനുമതി നിഷേധിച്ചതിനെ തുടർന്നായിരുന്നു പ്രതിപക്ഷ ബഹളം ആരംഭിച്ചത്. വിഹിതം വെട്ടിച്ചുരുക്കിയത് ക്ഷേമ പദ്ധതികളെ ഗൌരവമായി ബാധിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ആരോപിച്ചു. എന്നാൽ പദ്ധതികൾ കാര്യക്ഷമമായാണ് സർക്കാർ നടത്തുന്നതെന്ന് മന്ത്രി ഒ.ആർ. കേളു മറുപടി നൽകി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _ X ഹാൻഡിലും ലഭ്യമാണ്. വിജ്ഞാനം, വിനോദം, വിദ്യാഭ്യാസം എന്നിവയുടെ വിശ്വസനീയമായ ഉറവിടമാണ് റേഡിയോ എന്ന് വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയ സെക്രട്ടറി സഞ്ജയ് ജാജു പറഞ്ഞു. ലോക റേഡിയോ ദിനത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിൽ റേഡിയോ ഫെസ്റ്റിവൽ 2025 ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ആകാശവാണി ഡയറക്ടർ ജനറൽ ഡോക്ടർ പ്രജ്ഞ പരിവാൾ ഗൌർ ചടങ്ങിൽ സംസാരിച്ചു. All India Radio has always committed itself towards resilience and bringing about awareness about climate change. The reach of Akashvani is almost 90% of the population. The FM part also, it almost covers about 75% of the population. So we are reaching everywhere, all parts of the country. ലോകമെമ്പാടുമുള്ള ജനങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കുന്നതിനും പ്രചോദിപ്പിക്കുന്നതിനും റേഡിയോ വഹിക്കുന്ന പങ്ക് വലുതാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസാ സന്ദേശത്തിൽ പറഞ്ഞു. റേഡിയോയും കാലാവസ്ഥാ വ്യതിയാനവും എന്നതാണ് ഈ വർഷത്തെ റേഡിയോ ദിന പ്രമേയം. ദിനാചരണത്തിന്റെ ഭാഗമായി ആകാശവാണി തിരുവനന്തപുരം റിക്രിയേഷൻ ക്ലബ്ബ് ശ്രോതാക്കളുടെ സംഗമം സംഘടിപ്പിച്ചു. വിവിധ ദേശീയ പെൻഷൻ പദ്ധതികൾ ഒരു കുടക്കീഴിൽ കൊണ്ടുവരാൻ സർക്കാർ ആലോചിക്കുന്നതായി കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. അടൽ പെൻഷൻ യോജന, PM ശ്രമിക് മന്ധൻ, PM ശ്രം യോഗി മന്ധൻ തുടങ്ങിയ പദ്ധതികളുടെ ഗുണഫലം 6 കോടിയോളം ജനങ്ങൾക്ക് ലഭ്യമാകുന്നതായി അദ്ദേഹം രാജ്യസഭയിൽ പറഞ്ഞു. ഗുണഭോക്താവിന് 60 വയസ്സ് തികയുമ്പോൾ പ്രതിമാസം 3000 രൂപ മുതൽ 5000 രൂപ വരെ പെൻഷൻ ലഭിക്കുന്നതാണ് ഈ പദ്ധതികളെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. ആഴക്കടൽ പര്യവേഷണം ലക്ഷ്യമിട്ടുള്ള ഇന്ത്യയുടെ സമുദ്രയാൻ ദൌത്യം മികച്ച രീതിയിൽ പുരോഗമിക്കുകയാണെന്ന് കേന്ദ്ര സർക്കാർ രാജ്യസഭയിൽ അറിയിച്ചു. മനുഷ്യരെ വഹിച്ചുകൊണ്ടുള്ള മത്സ്യ 6000 പേടകം 2026ഓടെ സമുദ്രത്തിൽ 6000 മീറ്റർ താഴ്ചയിലേക്ക് അയക്കാൻ കഴിയുമെന്ന് കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ് പറഞ്ഞു. സമുദ്രത്തിലെ ജൈവ വൈവിധ്യം, ധാതുവിഭവങ്ങൾ എന്നിവ പര്യവേഷണം ചെയ്യുകയാണ് ആഴക്കടൽ ദൌത്യത്തിന്റെ ലക്ഷ്യം. 38ാമത് ദേശീയ ഗെയിംസിലെ മത്സര ഇനങ്ങൾ ഇന്ന് സമാപിക്കും. നാളെ ഹൽദ്വാനി ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിലാണ് സമാപന ചടങ്ങുകൾ. വനിതകളുടെ 500 മീറ്റർ K4 കാനോൺ കയാക്കിംഗിൽ കേരളം ഇന്ന് വെങ്കലം നേടി. നിലവിൽ 14ാം സ്ഥാനത്താണ് കേരളം. സർവീസസ് 1ാം സ്ഥാനത്തും മഹാരാഷ്ട്ര 2ാമതുമാണ്. ISL ഫുട്ബോളിൽ ജംഷഡ്പൂർ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് മത്സരം ആരംഭിച്ചു. ജംഷഡ്പൂരിലെ JRD ടാറ്റ സ്പോർട്സ് കോംപ്ലക്സ് സ്റ്റേഡിയത്തിലാണ് മത്സരം. കോഴിക്കോട് കൊയിലാണ്ടിയിൽ കുറുവങ്ങാട് മണക്കുളങ്ങര ക്ഷേത്രത്തിൽ ഉത്സവത്തിനിടെ ആനയിടഞ്ഞു. അപകടത്തിൽ 2 സ്ത്രീകൾ മരിച്ചു. നിരവധി പേർക്ക് പരിക്ക്. ജൽജീവൻ മിഷനിലൂടെ രാജ്യത്തെ ഗ്രാമീണ മേഖലയിലെ 15.45 കോടിയിലധികം വീടുകളിൽ കുടിവെള്ള വിതരണം ലഭ്യമാക്കിയെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു. ലോക്സഭയിൽ രേഖാമൂലം നൽകിയ മറുപടിയിലാണ് ജൽശക്തി മന്ത്രി CR പാട്ടീൽ ഇക്കാര്യം അറിയിച്ചത്. അരുണാചൽ പ്രദേശ്, ഗോവ, ഗുജറാത്ത്, ഹരിയാന, ഹിമാചൽ പ്രദേശ്, മിസോറാം, പഞ്ചാബ്, തെലങ്കാന, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ, ദാദ്ര നഗർ ഹാവേലി, ദാമൻ ദിയു, പുതുച്ചേരി എന്നിവയുൾപ്പെടെ 11 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ഗ്രാമീണ കുടുംബങ്ങൾക്ക് 100% ടാപ്പ് വാട്ടർ കണക്ഷനുകൾ നൽകിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. രാജ്യത്തെ ഓഹരി വിപണികളിൽ ഇന്ന് നേരിയ നഷ്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 32 പോയിന്റ് ഇടിഞ്ഞ് 76,139ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 14 പോയിന്റ് നഷ്ടത്തിൽ 23,031ലും വ്യാപാരം അവസാനിപ്പിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തി സർക്കാർ സംവിധാനങ്ങൾ നവീകരിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമേരിക്കൻ സന്ദർശനം പുരോഗമിക്കുന്നു. വ്യാപാരം, നിക്ഷേപം, സാങ്കേതിക വിദ്യ, ഇൻഡോ പസഫിക് മേഖലയുടെ സുരക്ഷ തുടങ്ങിയവ ഉഭയകക്ഷി ചർച്ചയിൽ പ്രധാന വിഷയങ്ങളാകും.
ആദായ നികുതി ബിൽ 2025 ധനമന്ത്രി നിർമ്മല സീതാരാമൻ ലോക്സഭയിൽ അവതരിപ്പിച്ചു. ആദായ നികുതി നിയമം ലളിതമാക്കിയതായി കേന്ദ്രമന്ത്രി. പാർലമെന്റ് ബജറ്റ് സമ്മേളനത്തിന്റെ ആദ്യപാദം ഇന്ന് അവസാനിച്ചു. ഇരുസഭകളും അടുത്ത മാസം 10-ന് സമ്മേളിക്കും. ഇന്ന് പിരിഞ്ഞ കേരള നിയമസഭ അടുത്ത മാസം 3-ന് വീണ്ടും ചേരും. വിവിധ ദേശീയ പെൻഷൻ പദ്ധതികൾ ഒരു കുടക്കീഴിൽ കൊണ്ടുവരാൻ സർക്കാർ ആലോചിക്കുന്നതായി കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. 38ാമത് ദേശീയ ഗെയിംസിലെ മത്സരങ്ങൾ ഇന്ന് സമാപിക്കും. ISL ഫുട്ബോളിൽ ജംഷഡ്പൂർ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് മത്സരം ആരംഭിച്ചു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35-ന്.